ഹിന്ദി സിനിമയുടെ പരമ്പരയിൽ ദിലീപ് കുമാറിനെ കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അശോക് കുമാറിനെ കുറിച്ച് പറഞ്ഞു. ദിലീപ് കുമാർ യുഗം തുടങ്ങുന്നത് 40കളിലാണ്. അതായത് അന്നത്തെ ട്രാജഡി കിങ് എന്ന് അറിയപ്പെടുന്ന നടനാണ് ദിലീപ് കുമാർ. അതുവരെ ഇല്ലാത്തൊരു ശൈലി കൊണ്ടുവന്ന നടൻ. അതായത് നല്ല തലയെടുപ്പുള്ള, നല്ല ഭാവാഭിനയമുള്ള നടൻ. ആക്ഷൻ, റൊമാൻസ്, ഫൈറ്റ് ഇത് മൂന്നും കൈകാര്യം ചെയ്യും. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സിനിമയാണ് ഒന്ന് ആസാദ്, പിന്നെ ആൻ, കോഹിനൂർ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് പടങ്ങളാണ്. പിന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്ത് ആസാദ് എന്നുള്ള പടം 40കളിൽ ഇറങ്ങിയ ആസാദിനെ കോപ്പി അടിച്ചിട്ട് അതേപോലത്തെ ഒരു പോസ്റ്റർ മലയാളത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ദിലീപ് കുമാർ ആസാദിൽ കത്തി കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു പോസ്റ്ററുണ്ട്. അതിപ്പോൾ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് 90 വർഷം കഴിഞ്ഞിട്ട് ഉണ്ണി മുകുന്ദൻ്റെ ഒരു പടത്തിൽ ഉണ്ണി കത്തി കടിച്ചു പിടിച്ചിരിക്കുന്ന ഒരു രംഗം. എന്താണ് മാർക്കോ എന്നുള്ള സിനിമയിൽ അത് ആസാദിൽ ദിലീപ് കുമാർ കത്തി കടിച്ചു പിടിച്ചിട്ടുള്ള പോസ്റ്ററുണ്ട്. അത് നോക്കിയിട്ട് അതുപോലെ ആക്കിയതാണ്. അപ്പോൾ ഇപ്പോഴും ദിലീപ് കുമാറിൻ്റെ പ്രസക്തി ഉണ്ടെന്ന് അർത്ഥം. ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സത്യം മാഷ് അഭിനയിക്കുമ്പോൾ ദിലീപ് കുമാറിൻ്റെ സ്വാധീനം അതിൽ കാണാം. സത്യം കോട്ടിടുമ്പോഴും അങ്ങനെ പല സീനിലും സത്യം ദിലീപ് കുമാറിനെ അനുകരിക്കലുണ്ട്. ഒരു തവണ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ. പിന്നെ ദിലീപ് കുമാർ വർഷത്തിലൊരു പടത്തിൽ അഭിനയിക്കുന്നു. ആദ്യമായിട്ട് 1,00,000 രൂപ പ്രതിഫലം വാങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ നടൻ ദിലീപ് കുമാറാണ്. അതായത് ചിരഞ്ജീവിയാന്ന് പിന്നീട് 1 കോടി റുപ്യ ആദ്യമായിട്ട് വാങ്ങുന്ന നടൻ ഇന്ത്യയിൽ ചിരഞ്ജീവിയാണ്. 1,00,000 രൂപ ആദ്യമായിട്ട് വാങ്ങുന്ന നടൻ ഇന്ത്യയിൽ ദിലീപ് കുമാറാണ്. അന്ന് മറ്റുള്ള നടന്മാർക്ക് 20,000 15,000 ഉള്ളൂ. പിന്നെ വർഷത്തിലൊരു പടത്തിൽ അഭിനയിക്കും. എത്രയോ വർഷം അഭിനയിച്ചിട്ടും ആകെ 65 പടത്തിലായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ. അതായത് താരങ്ങളുടെ താരം എന്നാ പറയുക ദിലീപ് കുമാർ അന്നത്തെ കാലത്ത്. നടന്മാരുടെ നടൻ. അതായത് ഹിന്ദി സിനിമയിലെ 90% ആക്ടേഴ്സിനോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടനാരാന്ന് ചോദിച്ചാൽ ദിലീപ് കുമാർ എന്നേ പറയും. അമിതാഭ് ബച്ചനായാലും ധർമ്മേന്ദ്ര ആയാലും രാജേഷ് ഖന്ന ആയാലും എല്ലാവർക്കും ദിലീപ് കുമാർ. അങ്ങനെയുള്ള പേര് ഇഷ്ടംപോലെ നല്ല നല്ല പടങ്ങളുണ്ട്. ഞാനിപ്പോൾ ഒരു ഏകദേശം പേര് പറഞ്ഞതാണ്. ഒന്ന് ഗംഗാ ജമുന, അതൊന്ന്. ഇതൊക്കെ അന്നത്തെ കാലത്ത് ദിലീപ് കുമാറിൻ്റെ ഫേമസ് പടങ്ങളാണ്. പിന്നെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററാണ് മുഗളെ ആസാം. അതിൽ മുഗൾ ചക്രവർത്തിമാരുടെ കഥയാണ്. പൃഥ്വിരാജ് കപൂറും ദിലീപ് കുമാറും അഭിനയിച്ചു.